ഹായ് ഫ്രാൻസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ മനസ്സ് എന്ന സീരിയലിൻ്റെ അടുത്ത ഭാഗമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്തേക്കുക, പിന്നെ ആലോചിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം എന്താണെന്നല്ലേ പറയേണ്ടത്. അടുത്ത ഭാഗം കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നലെ കഴിഞ്ഞത് ചന്ദ്രികയെ മനഃപൂർവ്വം മഹേഷിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. എളുപ്പത്തിൽ താലി കെട്ടാൻ വേണ്ടിയിട്ട് മഹേഷിൻ്റെ അടുത്ത് തന്നെ ചന്ദ്രികയെ പിടിച്ചു നിർത്തുകയാണ്. അപ്പോൾ ചന്ദ്രിക ഇടയ്ക്ക് വെച്ച് പറയുന്നുണ്ട്, മേഘ ഞാൻ ലക്ഷ്മിയമ്മയുടെ അടുത്ത് പോയി നിൽക്കാം, കാരണം എന്ന് വെച്ചാൽ ലക്ഷ്മിയമ്മ ഒറ്റയ്ക്കാണ് അവിടെ ഉള്ളത്, അതുകൊണ്ട് അവിടെ പോയി നിൽക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മേഘ തടുത്ത് നിൽക്കുകയാണ്. മേഘ പറയുന്നു, വേണ്ട, ലക്ഷ്മിയമ്മ അവിടെ നിന്നോളും, നീ ഇവിടെ തന്നെ എൻ്റെ അടുത്ത് തന്നെ നിൽക്കുക, കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ തനിച്ചാണുള്ളത്, അതുകൊണ്ട് എൻ്റെ അടുത്ത് തന്നെ നിൽക്കുക എന്ന് പറഞ്ഞ് മനഃപൂർവ്വം അവിടെ തന്നെ പിടിച്ചു നിർത്തുകയാണ് മേഘ. മഹേശ്വരി കള്ളച്ചിരിയോടുകൂടി അവളെ തന്നെ നോക്കുന്നതിന് ഇടക്കിടക്ക് മേഘയാണെങ്കിൽ പറയുന്നു, വിവാഹം കഴിയുന്നതുവരെ ചന്ദ്രിക നീ എൻ്റെ അടുത്ത് തന്നെ നിൽക്കണം എന്ന് പറഞ്ഞ് അവിടെ പിടിച്ചു നിർത്തുകയാണ്. അതിനിടയ്ക്ക് ലക്ഷ്മി വിളിക്കുകയാണ് മഹേന്ദ്രൻ സാറിനെ. അപ്പോൾ സിദ്ധു ചോദിക്കുകയാണ്, ആരാ അങ്കിളെ? അത് അമ്മായിയാ. പറയൂ ലക്ഷ്മി എന്ന് പറഞ്ഞ് അയാൾ ഫോൺ അറ്റൻഡ് ചെയ്യാണ്. എവിടെയാണ് ഏട്ടാ ഉള്ളത്? പൂജാരി മുഹൂർത്തത്തിന് സമയമായി എന്ന് പറയുന്നു, വേഗം വിവാഹം നടത്തണം എന്ന് പറയുന്നു. ഞാൻ എത്രയും പെട്ടെന്ന് എത്താൻ നോക്കാം. എത്താൻ ഇനി എത്ര ടൈം എടുക്കും? ഒരു 10 മിനിറ്റിനുള്ളിൽ അവിടെ എത്തും ലക്ഷ്മി. ഇനിയും 10 മിനിറ്റ് ആവുമെന്നാ? ഇപ്പം തന്നെ ഒരുപാട് സമയം വൈകിയെന്നാണ് പൂജാരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് വേഗം വരാൻ നോക്ക് ഏട്ടാ. ശരി ശരി ശരി, ഇന്ന് ട്രാഫിക് ഭയങ്കര കൂടുതലാണ്, അതുകൊണ്ട് ഞങ്ങൾ പറ്റുന്നത് എത്രയും പെട്ടെന്ന് തന്നെ എത്താൻ നോക്കാം. മുത്തശ്ശി അതിൻ്റെ ഇടയ്ക്ക് വിളിച്ചു പറയുകയാണ്, ലക്ഷ്മി മുഹൂർത്തം കഴിയാറായി. തിരുമേനി വിളിച്ചു പറയുകയാണ്, ഇനി എത്ര സമയം വരെയാണ് മഹേന്ദ്രനെ കാത്തു നിൽക്കേണ്ടത്? 10 മിനിറ്റിനുള്ളിൽ എത്താമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏട്ടൻ വേഗം എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് നമ്മളെ മേഘ പറയുകയാണ്, ഇല്ല ഇനിയും എത്താൻ സമയമെടുക്കൂ, അതിനു മുമ്പായിട്ട് നമുക്ക് ചടങ്ങുകൾ നടത്താൻ തുടങ്ങാം. സമയം വൈകി പോവും അമ്മേ, വിവാഹം നടക്കട്ടെ. അപ്പോൾ മുത്തശ്ശി പറയാണ്, മേഘ പറഞ്ഞതാ ശരി, ലക്ഷ്മി നടക്കട്ടെ, വിവാഹം നടക്കട്ടെ. നല്ല സമയം കഴിയുന്നതിന് മുമ്പ് വിവാഹം അങ്ങ് നടത്തിയേക്കാം ലക്ഷ്മി നമ്മൾക്ക്. ഇത് അദ്ദേഹം മുന്നിട്ട് നിന്ന് നടത്തിയ വിവാഹം, അപ്പോൾ അദ്ദേഹം തന്നെ മുന്നിട്ട് നിന്നാലേ ഈ വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് ആവുള്ളൂ അമ്മായി എന്ന് പറയാണ് ലക്ഷ്മി. അപ്പം മുത്തശ്ശി വീണ്ടും പറയാണ്, നല്ല കാര്യമാണെങ്കിൽ ആരും മുന്നിൽ നിന്ന് നടത്തിയാൽ എന്താ, പക്ഷേ ഇവരുടെ മനസ്സ് വിഷമിപ്പിക്കരുത്. മേഘ അതിനിടയിൽ മനസ്സിൽ ഓർക്കുകയാണ്, ബാക്കിയുള്ളവരുടെ വിവാഹം നടന്നാലും ഇല്ലെങ്കിലും ചന്ദ്രികയുടെയും മഹേഷിൻ്റെ വിവാഹം നടന്നു തന്നെ ഇരിക്കണം. പിന്നെ കാണിക്കുന്നത് വണ്ടിയിൽ വെച്ചിട്ട് സിദ്ധുവിനോട് മഹേഷ് ചോദിക്കുകയാണ്, മഹേന്ദ്രൻ ചോദിക്കുകയാണ് സിദ്ധുവിനോട്, അതായത് ഈ 10 ലക്ഷം രൂപ മേഘ എടുത്തില്ലേ, അത് എന്തിനു വേണ്ടിയാണ് അവൾ എടുത്തതെന്ന് നിന്നോട് പറഞ്ഞിരുന്നോ? അത് ഞാൻ മേഘയോട് ചോദിച്ചു അങ്കിളെ, പക്ഷേങ്കിൽ അതിനുള്ള നല്ല മറുപടി അവൾ ഇതുവരെ തന്നിട്ടില്ല എനിക്ക്. എന്തിനവൾ 10 ലക്ഷം രൂപ എടുത്തെന്നോ ആർക്ക് വേണ്ടി ചിലവാക്കിയെന്നോ യഥാർത്ഥത്തിൽ എന്താണ് അതിനെക്കൊണ്ട് ചെയ്തതോ ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഈയിടെയായി മേഘയുടെ പോക്ക് ഭയങ്കര നിഗൂഢമാണ് എന്ന് പറയാണ് മഹേന്ദ്രൻ സിദ്ധുവിനോട്. സിദ്ധുവും പറഞ്ഞു, അതെ, എനിക്കും അങ്ങനെയാ തോന്നുന്നതെന്ന് വീണ്ടും സിദ്ധു മനസ്സിൽ ഓർക്കുകയാണ്. എന്നിട്ട് പിന്നെയും ചോദിക്കുകയാണ്, എല്ലാങ്കിലെ ആ 10 ലക്ഷം രൂപ ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ അത് ടാലിയാക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അത് മേഘയുടെ സാലറിയിൽ നിന്ന് തന്നെ മാസാമാസം പിടിക്കണം. നമ്മളതിന് വീണ്ടും സ്ട്രിക്റ്റായിട്ട് നിന്നാലേ അവൾ വീണ്ടും തെറ്റ് ചെയ്യാതിരിക്കുകയുള്ളൂ. ശരിയാങ്കിളെ, സത്യമായിട്ടും പറയാ സിദ്ധു, മേഘ ചെയ്തത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അവളെ കാണുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു ഇതാ തോന്നുന്നത്, വല്ലാത്ത ദേഷ്യം തോന്നുന്നു എനിക്ക് അവളെ കാണുമ്പോൾ. ചന്ദ്രികയ്ക്കുള്ള വിവേകം പോലും അവൾക്കില്ല, തീരെയില്ല. മഹേഷിനെ മേഘ ഡ്രൈവറായിട്ട് കൊണ്ടുവന്നതിൽ എനിക്ക് തീരെ അതിനും യോജിപ്പില്ല. അത് കാരണം ചന്ദ്രികയുടെ മനസ്സമാധാനവും നഷ്ടപ്പെട്ടു. അത് പറയുമ്പോൾ അതും അവൾ അംഗീകരിക്കുന്നില്ല. ചന്ദ്രികയ്ക്ക് വേണ്ടി നല്ലത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവൾ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുക. അതേ അങ്കിളെ, ചന്ദ്രയുടെ കാര്യത്തിൽ മേഘ കാണിക്കുന്നത് തീരെ ശരിയല്ല. അങ്കിളെ ഈ പ്രശ്നത്തിന് എത്രയും വേഗം തന്നെ ഒരു എന്തെങ്കിലും പ്രതിവിധി കണ്ടുപിടിക്കേ. ശരി സിദ്ധു, അത് ഞാൻ നോക്കിക്കോളാം. വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയ മഹേഷ് വന്നിട്ട് വീണ്ടും ചന്ദ്രികയുടെ അടുത്ത് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക ചോദിക്കുകയാണ്, എന്തിനാ എൻ്റെ അടുത്ത് തന്നെ വന്ന് നിൽക്കുന്നത്, കുറച്ച് ദൂരത്ത് നിന്നൂടെ പോയിട്ടെന്ന്. അപ്പോൾ മഹേഷ് ചന്ദ്രികയോട് പറയുകയാണ്, ഭാര്യ ഭർത്താവ് അടുത്തടുത്തല്ലേ നിൽക്കേണ്ടത്, ഞാൻ നിൻ്റെ ഭർത്താവാണ്ടല്ലേ നിൻ്റെ അടുത്ത് തന്നെ വന്ന് നിൽക്കുന്നത് എന്ന്. ഇനിയും ഒരു തവണ കൂടി ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞു വന്നാലുണ്ടല്ലോ, മാറി നിൽക്കാം അങ്ങോട്ട്. മേഘയും മഹേഷും മാറി ഒളി കണ്ടിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പുറം ഇപ്പുറം. മുത്തശ്ശി, മേളം തുടങ്ങട്ടെ. പൂജാരി മന്ത്രം ചൊല്ലിയതൊക്കെ മതി, താലി കെട്ടാൻ വേണ്ടി പറയൂ. നാദസ്വരം എന്ന് വിളിച്ച് പറയാണ് പൂജാരി. ആ സമയത്ത് ഇതാ ഓരോരുത്തരുടെ കഴുത്തിലേക്കും താലി കെട്ടാൻ പോവുകയാണ്. ആ സമയം കൊണ്ട് എല്ലാവരെയും ശ്രദ്ധിച്ച് മാറ്റി നിർത്തിക്കൊണ്ട് ഇതാ മഹേഷ് പോക്കറ്റിൽ നിന്നും താലിച്ചരട് എടുക്കുകയാണ്. അപ്പോഴാണ് ഒരു കുട്ടി വിളിച്ചു പറയുന്നത്,
മുത്തശ്ശി മുത്തശ്ശി അങ്ങോട്ട് നോക്ക് എന്ന് മഹേഷ് മാല നല്ല രീതിയിൽ കയ്യിൽ പിടിച്ചിട്ട് ചന്ദ്രികയുടെ അടുത്തേക്ക് മെല്ലെ മെല്ലെ നടന്നു വരികയാണ്. ആ രംഗം കണ്ടിട്ട് കുട്ടികൾ പറയുകയാണ്, മുത്തശ്ശി മുത്തശ്ശി അങ്ങോട്ട് നോക്ക് എന്ന്. അപ്പോഴാണ് ലക്ഷ്മി അമ്മ വിളിച്ചു പറഞ്ഞത്, ചന്ദ്രികയെ പുറകിലോട്ട് നോക്ക് എന്ന്. അപ്പോഴത്തേക്കും മഹേഷ് മാലയുമായിട്ട് കയ്യിൽ നിൽക്കുന്നതാണ് ചന്ദ്രിക കാണുന്നത്. ചന്ദ്രിക ആ മാല താലി അവൻ്റെ കയ്യിൽ നിന്നും പിടിച്ച് വലിച്ച് തട്ടിമാറ്റി. ലക്ഷ്മി പിടിച്ച് വലിച്ച് മാറ്റുകയാണ് മഹേഷിനെ. മഹേഷാണെങ്കിൽ ചന്ദ്രികയുടെ കഴുത്തിൽ ആ താലി കെട്ടാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. മഹേഷിൻ്റെ കൂടെ നമ്മളെ മേഘയും ഒരുമിച്ചാണുള്ളത്. അപ്പോൾ എന്തോ ചതിയുണ്ടതിൽ എന്ന് ചന്ദ്രികയ്ക്ക് തോന്നുകയും ചെയ്തു. അപ്പോൾ മഹേഷാണെങ്കിൽ തീരെ പിടിപിടുന്നില്ല, ആ സ്ഥിതിയിലാണുള്ളത്. ഒടുക്കം മഹേഷ് എന്ത് പണിയെടുത്ത് തട്ടി മാറ്റി തള്ളിയിട്ട് ലക്ഷ്മി അമ്മ താഴേക്ക് വീണിരിക്കുകയാണ്. ചന്ദ്രിക അവനെ തള്ളി മാറ്റി അവനെ വലിച്ചെറിഞ്ഞിട്ട് എന്ത് പണിയെടുത്ത് ചന്ദ്രിക ലക്ഷ്മിയുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. ലക്ഷ്മി അമ്മ താഴെ വീണിരിക്കുകയാണല്ലോ, അവരെ അടുത്ത് പൊന്തിക്കുകയാണ് അമ്മേ എന്ന് വിളിച്ചിട്ട്. അതുവരേക്കും ആരും പോയിട്ടില്ല ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക്. അതിൻ്റെ ഇടയിൽ മഹേഷിൻ്റെ അടുത്ത് പറയാണ്, ഒന്ന് പോയി കേട്ടടാ വേഗം പോയി കേട്ടടാ എന്ന് പറയാണ്, അവനെ ഉപദേശിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ലക്ഷ്മി പിടഞ്ഞെഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശിയും പറയാണ്, വേഗം പോയി കേട്ടടാ എന്ന് പറയുന്നുണ്ട്. അവൻ ഒരു തരത്തിലും ചന്ദ്രികയെ വിടുന്നില്ല. ചന്ദ്രികയെ പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ച് കൊണ്ടുപോയി അവൻ വീണ്ടും താലി കെട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ സമയത്ത് നമ്മളെ ലക്ഷ്മി അമ്മ എണീറ്റ് എന്ത് പണിയെടുത്ത് തേങ്ങ എടുത്തിട്ട് അവിടുത്തെ പൂജയ്ക്ക് വെച്ച തേങ്ങ എടുത്തിട്ട് അവൻ്റെ തലക്കടിക്കുകയാണ്. ആദ്യം നീ ഇവിടുന്ന് പുറത്തു പോടാ എന്ന് പറഞ്ഞ് അവർ ദേഷ്യത്തോടെ സംസാരിക്കുകയാണ്. ചന്ദ്രികയുടെ അനുവാദമില്ലാതെ ചന്ദ്രികയുടെ കഴുത്തിൽ നീ താലി കെട്ടാൻ വേണ്ടി പാടില്ല, ഇറങ്ങടാ വെളിയിൽ, ഇറങ്ങിപ്പോകാൻ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും മേഘ പറയാണ്, കെട്ട് എന്ന് പറഞ്ഞ് അവനെ പിന്നെയും ഉപദേശിക്കുകയാണ്. വീണ്ടും മഹേഷ് ലക്ഷ്മി അമ്മയെ തള്ളിയിട്ടു. അതിൻ്റെ ഇടയിൽ വീണ്ടും ആ മൽപ്പിടുത്തത്തിൽ ചന്ദ്രിക മഹേഷിനെ തള്ളി താഴെയിട്ടു. പിന്നെയും അമ്മയുടെ അടുത്ത് വന്നിരിക്കുകയാണ്, അമ്മ എന്ന് വിളിച്ചിട്ട്. അതുവരെയും മേഘ ഒന്നും ചെയ്യുന്നില്ല, ആരെയും പിടിച്ചു മാറ്റുകയോ പിടിച്ചു വെക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവൾ പിന്നെയും പറയുകയാണ് മഹേഷിനോട്, കെട്ട് എന്ന് പറയുന്നത്. അപ്പോഴേക്കും സിദ്ധുവും മഹേന്ദ്രനും അവിടെ എത്തി. അവർ കാണുന്ന രംഗം പേര് രണ്ട് ഭാഗത്തേക്ക് വീണ് കിടക്കുകയാണ്. അതാണ് അവർ കാണുന്നത്. ലക്ഷ്മി എന്ന് വിളിച്ച് മഹേന്ദ്രൻ അവരെ എടുത്ത് പൊന്തിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറഞ്ഞു കൊടുത്തു കാര്യങ്ങൾ. മഹേഷ് ബലം പ്രയോഗിച്ച് എൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടി വന്നു. അതിന് അമ്മ പിടിച്ചു വെക്കാൻ വേണ്ടി മാറി പോയതാണ്. അപ്പോഴാണ് അമ്മയെ തള്ളി താഴെയിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ മഹേന്ദ്രൻ പറയാണ്, സിദ്ധു അവനെ പിടിക്കുക, അവനെ വെറുതെ വിടരുത് എന്ന് പറയാണ്. സിദ്ധു അവൻ്റെ അടുത്ത് പോയിട്ട് എഴുന്നേൽക്കടാ എന്ന് പറഞ്ഞ് അവൻ്റെ അടുത്ത് 2-3 അടിയും കിട്ടി അവനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. അവനെ എഴുന്നേൽപ്പിച്ച് നല്ല രീതിയിൽ പെരുമാറുകയാണ് സിദ്ധു. ആ സമയത്ത് മേഘ പിന്നെയും അവൾ ആക്ഷനായി കാണിച്ചു കൊടുക്കുകയാണ്, അടിക്ക് സിദ്ധുവിനെ അടിക്കാൻ വേണ്ടിയാണ് അവൾ പിന്നെയും പറഞ്ഞു കൊടുക്കുന്നത് അവനിക്ക്. മേഘ അടിക്ക് എന്ന് പറയുന്ന ആ ആക്ഷൻ മഹേഷ് കാണുന്നുണ്ട്. അപ്പോൾ മഹേഷ് എന്ത് പണിയെടുത്ത് സിദ്ധുവിൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു. മറ്റേ കൈ കൊണ്ട് സിദ്ധുവിനെ അടിച്ച് താഴേക്കിടുകയും ചെയ്തു കഴിഞ്ഞു. സിദ്ധുവിന് പിന്നെ കലി അടങ്ങിയില്ല. സിദ്ധു നന്നായിട്ടിട്ട് പെരുമാറി അവനെ. അപ്പോൾ ചന്ദ്രികയോ മഹേഷും ഒക്കെ പറയാണ്, ഒരു വിഷമത്തോടെ നിൽക്കുകയാണ്. ആ സമയത്ത് സാർ സൂക്ഷിച്ച് എന്ന് ചന്ദ്രിക പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ലക്ഷ്മി അമ്മയ്ക്കും വിഷമമാകുന്നുണ്ട്. രണ്ടുപേരും നല്ല അടിയായിരുന്നു. ആ സമയത്ത് ഇടയിൽ മഹേന്ദ്രൻ സാർ കയറി ഇടപെട്ടിട്ട് പറയാണ്, നിർത്ത്, ഇനി രണ്ടുപേരും കൂടി പിന്നെയും അടി കഴിഞ്ഞതാണ് ഞാൻ നിന്നെ കൊന്നു കളയുമെന്ന് മഹേഷിനോട് പറയാണ്. നീ എന്താടാ കരുതിയത് എന്ന് പറഞ്ഞ് മഹേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും കിട്ടി മഹേഷിന് പിന്നെയും അടി. എത്ര ധൈര്യമായിട്ടാ ഒരു പെണ്ണിൻ്റെ അനുവാദം ഇല്ലാതെ അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ നീ നോക്കുന്നത്? തടയാൻ വന്ന സിദ്ധുവിനെ അടിക്കുന്നോ? നിനക്കിനി എൻ്റെ വീട്ടിൽ ജോലിയില്ല, പോ വീട്ടിൽ നിന്ന് വെളിയിലേക്ക്. അപ്പോഴാണ് മേഘ വന്ന് ഇടപെടുന്നത്. മേഘ വന്നിട്ട് പറയാണ്, അച്ഛാ ഇവൻ ചന്ദ്രിക വിവാഹം കഴിച്ചിട്ട് വീണ്ടും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവനാ. ചന്ദ്രികയെ വിവാഹം കഴിക്കാൻ അവൻ ഇഷ്ടപ്പെടുന്നു. അത് എന്തിനാണ് അച്ഛാ തെറ്റാണെന്ന് പറയുന്നത്? ഈ അമ്പലത്തിൽ വെച്ചാണ് ചന്ദ്രികയുടെ കഴുത്തിൽ നിന്നും താലി പൊട്ടിച്ചെടുത്തത്. ആ അമ്പലത്തിൽ വെച്ച് തന്നെ ഇവൻ വീണ്ടും താലി കെട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതെങ്ങനെയാ അച്ഛാ തെറ്റാവുന്നത്? മഹേഷിൻ്റെ പേരിൽ ഒരു തെറ്റും ഇല്ല അച്ഛാ. എൻ്റെ ഭാര്യയല്ലേ ചന്ദ്രിക, അവൾ വെറും കഴുത്തോടെ ഇങ്ങനെ കഴിയരുത് എന്ന് കരുതിയിട്ടാ ഇവൻ ചന്ദ്രികയെ താലി കെട്ടാൻ ശ്രമിച്ചത്. അപ്പോഴാണ് മഹേന്ദ്രൻ സാറ്, വായടക്ക്, നിനക്കെന്തറിയാം, ഇനി ഒരക്ഷരം വേണ്ടി പോകരുത്, മാറി നിൽക്കിവിടുന്ന് എന്ന് പറഞ്ഞ് മേഘയെ തട്ടിമാറ്റുകയാണ്. മഹേന്ദ്ര, മേഘ പറഞ്ഞതിൽ എന്താ തെറ്റ്? മുത്തശ്ശി ചോദിക്കുക. ചന്ദ്രികയെ മോശമായിട്ടാരും പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവൻ താലി വാങ്ങിക്കൊണ്ടുവന്ന് കെട്ടാൻ ശ്രമിച്ചു. അതിന് നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? സാർ, ചന്ദ്രികയുടെ കഴുത്തിൽ താലി പൊട്ടിച്ച് ഞാൻ അവളെ ഒരുപാട് വിഷമിപ്പിച്ചു. അതിന് പരിഹാരമായിട്ട് അവളുടെ കഴുത്തിൽ ഇതേ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ താലി കെട്ടാമെന്ന് വിചാരിച്ചു. എൻ്റെ ഭാര്യയുടെ കഴുത്തിൽ താലി കെട്ടാൻ ഞാൻ ആരുടെ സമ്മതമാണോ സാർ ചോദിക്കേണ്ടത്? എൻ്റെ ഭാര്യയല്ലേ സാർ?
അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ എനിക്ക് അവകാശമുണ്ടല്ലോ. അപ്പോഴാണ് സിദ്ധു പറഞ്ഞത്, ഡാ നോക്ക്, നീ എന്തിനാണ് ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടാൻ ശ്രമിച്ചത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഒരുപാട് നല്ലവനാവാൻ ശ്രമിക്കണ്ട കേട്ടാ. മഹേഷ് വന്നത് മുതൽ ചന്ദ്രികയ്ക്ക് സ്വസ്ഥതയില്ലാതായിരിക്കുന്നു എന്ന് ലക്ഷ്മി അമ്മ പറയാണ്. ഇപ്പം പോലും ചന്ദ്രികയുടെ അനുവാദമില്ലാതെ താലി കെട്ടാൻ അവൻ തീരുമാനമെടുത്തു. നീ ഈ കാര്യത്തിനൊരു തീരുമാനമെടുത്തില്ലെങ്കിൽ ഈ കാര്യം ശരിയായി വരില്ല. ഇന്ന് തന്നെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കണം ലക്ഷ്മി. സാർ, ഞാൻ ചിലപ്പോൾ താലി കെട്ടാൻ ശ്രമിച്ചത് തെറ്റായ വഴിയിലെവിടെയായിരിക്കും. പക്ഷേ എൻ്റെ ഉദ്ദേശം ചന്ദ്രികയുടെ കൂടെ ജീവിക്കുന്നതാണ്. എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് സാർ എന്ന് പറഞ്ഞ് മഹേഷ് അവിടെ നിന്ന് പോവുകയാണ്. ചന്ദ്രികയെ, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഏട്ടനെ വെച്ച് നമുക്ക് ഇന്ന് തന്നെ ഈ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കാം. വളരെ നന്ദി അമ്മേ. ചന്ദ്രികയെ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇനി മുതൽ നിന്റെ അനുവാദമില്ലാതെ മഹേഷിൻ്റെ ശ്വാസം പോലും നിന്റെ മേൽ ഉണ്ടാവില്ല. നീ ധൈര്യമായിട്ടിരിക്കുക എന്ന് സിദ്ധു പറയാണ്. വീണ്ടും സിദ്ധു പറയാണ്, അവൻ്റെ പിന്നിൽ ആരോ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. എത്രയും വേഗം അത് ആരാണെന്ന് കണ്ടുപിടിക്കണം. സിദ്ധു മേഘയെ നോക്കിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. മലര് അവിടേക്ക് ഓടി വരികയാണ്. അമ്മേ അമ്മേ, അമ്മയ്ക്കൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല മോളെ, ഒന്നുമില്ല. മുത്തശ്ശി മേഘയുടെ അടുത്ത് ഒട്ടി നിന്നിട്ട് പറയാണ്, അവസാന നിമിഷം ഈ വന്നിട്ട് എല്ലാം നശിപ്പിച്ചല്ലോ മഹീന്ദ്രൻ എന്ന് പറയാണ് മുത്തശ്ശി. പൂജാരി വന്നിട്ട് പറയാണ്, സാർ, അടിയും പിടിയും കഴിഞ്ഞിട്ട് നമ്മുടെ ഉദ്ദേശ കാര്യങ്ങളൊക്കെ മറന്നു. ആദ്യം ദമ്പതിമാരെ അനുഗ്രഹിക്കൂ നിങ്ങൾ വന്നിട്ട്. ശരി സാർ എന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങോട്ടേക്ക് പോവുകയാണ്. എല്ലാം പെട്ടെന്നാവട്ടെ എന്ന് പറഞ്ഞിട്ട്. വരൂ, ദമ്പതിമാരൊക്കെ വന്ന് അനുഗ്രഹം വാങ്ങിക്കോളൂ. ആ ദമ്പതിമാരും മഹീന്ദ്രൻ്റെ അടുത്തുനിന്നും ലക്ഷ്മി അമ്മയുടെ അടുത്തുനിന്നും അനുഗ്രഹം വാങ്ങിക്കുകയാണ്. പിന്നെ മഹീന്ദ്രനും ലക്ഷ്മി അമ്മയും ദേവിയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയാണ്. ദേവി, ഞങ്ങൾ നേർന്നതുപോലെ 7 പെൺകുട്ടികളുടെ വിവാഹം നടത്തിക്കൊടുത്തു. ഇനി ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നേക്കൂ ദേവി. എനിക്ക് വിശ്വാസമുണ്ട് ഏട്ടാ, ആ ദൈവം നമ്മുടെ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ അടുത്തേക്ക് എത്തിക്കും. അങ്ങനെ ക്ഷേത്രത്തിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലെത്തിയിരിക്കുകയാണ് എല്ലാവരും. അപ്പോഴേക്കും മുത്തശ്ശനും അവിടെ എത്തി. എന്നിട്ട് മഹേഷിനോട് ചോദിക്കുകയാണ്, മഹേഷും ചന്ദ്രികയും ഒക്കെ അവിടെ തന്നെ ഉണ്ട്. മഹേഷ്, നിന്നെ മേഘ റെക്കമെൻഡ് ചെയ്തത് കൊണ്ട് മാത്രമാണ് നിന്നെ ഇവിടെ ജോലിക്കെടുത്തത്. നിന്നോട് ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നീ ചെയ്ത പ്രവൃത്തിക്ക് നിന്നെ അഴിക്കുള്ളിലാക്കിയേനെ. ഒരു പെണ്ണിനെ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ ഉപേക്ഷിച്ചിട്ട് താലി പൊട്ടിച്ചു എറിഞ്ഞു നീ. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത ദ്രോഹങ്ങളൊക്കെ ചെയ്തിട്ട് അവളുടെ സമ്മതമില്ലാതെ അവളുടെ കഴുത്തിൽ താലി കെട്ടിയാൽ ഞങ്ങളൊക്കെ വെറുതെ ഇരിക്കോ? പെണ്ണിൻ്റെ അനുവാദമില്ലാതെ സ്വന്തം ഭർത്താവ് പോലും അവളെ തൊടുന്നത് തെറ്റാണ്. നീയും ഇവളും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിച്ചിട്ട് 7 വർഷമായി. ഇപ്പോൾ നീ അവളോട് ചെയ്യുന്നതെല്ലാം ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാ. എല്ലാം മേഘയുടെ പ്ലാനായിരുന്നു ഇതിന് പിന്നിൽ. പക്ഷേ ആരും ശരിക്കും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നത്തെ കഥ ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.